നമ്മൾ ഗൾഫിൽ പോയാൽ അറബികൾ നമ്മളൊരു രണ്ടാകിട പൗരനായിട്ടേ കാണുകയുള്ളൂ. എത്ര തന്നെയൊക്കെ നമ്മൾ മുസ്ലിമാണ് എന്തൊക്കെയെന്ന് പറഞ്ഞാലും അറബികളുടെ ഉള്ളിൽ നമ്മളോടൊരു അകൽച്ചയുണ്ടാകും. അതേപോലെ ഇനി യൂറോപ്പിൽ പോയാലും അവിടെയുള്ള സായിപ്പിനോട് എത്ര പറഞ്ഞാലും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാലും അവർ നമ്മളൊരു രണ്ടാം കിടക്കാരനായിട്ടേ കാണുകയുള്ളൂ. ഇനി നമ്മൾ രാജ്യത്തിന്റെ കാര്യം കൂടെ നമ്മുടെ തന്നെ രാജ്യത്ത് വന്നാൽ ഒരു സംസ്ഥാനത്തേക്ക് നമ്മൾ പോയാൽ നമ്മളെ മലയാളികളായിട്ടോ അല്ലെങ്കിൽ ഒരു രണ്ടാം കിടക്കാരനായിട്ട് അവർ കാണും. നമ്മളും ബംഗാളികളൊക്കെ അങ്ങനെയല്ലേ കാണുന്നത്. ഇനി കേരളത്തിൽ തന്നെ നിന്നാലും നമ്മുടെ ജില്ല വിട്ട് മറ്റൊരു ജില്ലയിൽ നമ്മൾ താമസിക്കാൻ പോയാലും അവിടെ ജോലിക്ക് പോയാലും നമ്മളെ മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്നു എന്നുള്ളതൊരു സത്യമാണ്. കാസർഗോഡ് ജില്ലക്കാരെ എറണാകുളത്ത് പോയിട്ട് ജോലി ചെയ്യുമ്പോൾ പല രീതിയിലും മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ജില്ലയിലെത്തിയാൽ തന്നെ ടൗണുകാരും ഹള്ളിക്കാരും എന്ന രൂപത്തിലുള്ള ഒരു വേർതിരിവ് മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ഇനി ടൗൺ ഏരിയയിലൊന്നും പോകാതെ നാട്ടിൽ തന്നെ നിന്നാലും സ്വന്തം നാട്ടിൽ കുടുംബക്കാർ എന്നുള്ള ഒരു രൂപത്തിലുള്ള ഒരു വേർതിരിവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ വേർതിരിവുകളുണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ വിഭാഗീയതയുണ്ട്. അത് നാച്ചുറലായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആരും പ്രത്യേക ഡീസന്റ് ആകണ്ട. എല്ലാവരും വിശാലമായി ചിന്തിക്കാൻ, വിശാലമായിട്ട് മാറാൻ പരിശീലിക്കുക എന്നുള്ളതേ ശരിയുള്ളൂ.